നമസ്കാരം. സ്പാർക്കുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ഇതിനകം വർക്കിംഗ് ക്ലാസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. താരതമ്യേന നിസ്സാരമായതും അതുപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയതുമായ സ്പാർക്കിലെ പ്രവർത്തനങ്ങൾ ആ വീഡിയോകളിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട്. സർക്കാർ സർവീസിലേക്ക് പുതുതായി കടന്നു വരുന്നവർക്ക് ഒരു സഹായി എന്ന നിലയിലാണ് വർക്കിംഗ് ക്ലാസിന്റെ പല വീഡിയോകളും പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. സർക്കാർ സർവീസിൽ വളരെ വർഷത്തെ പരിചയസമ്പത്തുള്ളവരും അതുപോലെ തന്നെ താരതമ്യേന കുറഞ്ഞ സർവീസ് ഉള്ളവരും എന്നാൽ വളരെ മിടുക്കരുമായ യുവ ഉദ്യോഗസ്ഥരും നൽകുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തെറ്റുതിരുത്തലുകളും എല്ലാം അടങ്ങുന്ന ഒരു പ്രക്രിയയുടെ ഫലമാണ് വർക്കിംഗ് ക്ലാസിന്റെ ഓരോ വീഡിയോയും. അവരിൽ നിന്നും ലഭിച്ച ഒരു നിർദ്ദേശമാണ് ഈ വീഡിയോ ചെയ്യുന്നതിന് പ്രേരകമായിട്ടുള്ളത്. ഇപ്പോൾ പുതുതായി ക്ലറിക്കൽ തസ്തികയിൽ ജോലി ലഭിക്കുന്നവർ, DDOമാർ, അതുപോലെ തന്നെ മറ്റ് സെക്ഷനുകളിൽ നിന്നും ബിൽ സെക്ഷനിലേക്ക് മാറ്റം വരുന്നവർ തുടങ്ങിയവർക്ക് സ്പാർക്ക് എന്നത് ചിലപ്പോൾ തികച്ചും അപരിചിതമായ ഒരു മേഖലയായിരിക്കാം. സ്പാർക്കിൽ എങ്ങനെയാണ് ശമ്പളം പ്രോസസ് ചെയ്യുന്നത് എന്നറിഞ്ഞുകൂടാത്ത അത്തരം ജീവനക്കാരെ സഹായിക്കുന്നതിനായി ശമ്പള ബിൽ പ്രോസസ് ചെയ്യുന്നതിന്റെ ബേസിക് ആയ കാര്യങ്ങൾ വളരെ ലളിതമായി വിശദമാക്കുന്ന ഒരു വീഡിയോ ചെയ്യുക എന്ന ആ ഒരു നിർദ്ദേശമാണ് ഇവിടെ ഈ വീഡിയോയുടെ പിന്നിലുള്ളത്. വർക്കിംഗ് ക്ലാസിന്റെ മറ്റൊരു ബിഗിനേഴ്സ് ഹെൽപ്പ് വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്പാർക്കിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനായി ഏതെങ്കിലും ഒരു ബ്രൗസറിൽ www.spark.gov.in എന്ന് ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആദ്യം ഞാനിവിടെ മോസിലയിലാണ് ലോഗിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ക്രോമിലോ എഡ്ജിലോ ഒക്കെ ലോഗിൻ ചെയ്യാം. മോസിലയാണ് സ്പാർക്ക് ചെയ്യുന്നതിന് കൂടുതൽ നല്ലത് എന്ന് ചിലർ പറയാറുണ്ട്. എന്തായാലും ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ ഇങ്ങനെ ഒരു പേജിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ലോഗിൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ലോഗിൻ സ്പാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓപ്പണായി വരുന്നത് ഇതുപോലൊരു പേജാണ്. ഇവിടെ 2 സെക്ഷനുകളുണ്ട്. ഇടതും വലതുമായി കാണുന്ന ഈ 2 സെക്ഷനുകളാണ് സ്പാർക്കിൻ്റെ ഹോം പേജിൽ നമ്മൾ കാണുന്നത്. ഇവിടെ നോക്കുക, ഈ കാണുന്നത് ഹെൽപ്പ് ഡെസ്ക് ആണ്. ഇവിടെ നീഡ് ഹെൽപ്പ് എന്നുള്ളിടത്ത് പോസ്റ്റ് കവറിൻ്റെ ഐക്കൺ കാണുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പാർക്കിൻ്റെ മെയിൽ ID നമുക്ക് കിട്ടും. ഈ മെയിൽ IDയിലേക്ക് നമ്മൾ സന്ദേശങ്ങൾ അയക്കാനും അതിനുള്ള റിപ്ലൈ അവർക്ക് ഇങ്ങോട്ട് തരുന്നതിനുമുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ മെയിൽ ID നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇതാണ് സ്പാർക്കിൻ്റെ മെയിൽ ID. ഈ രണ്ടാമത് കാണുന്ന ഈ ഐക്കൺ ഒരു ലൈവ് ചാറ്റാണ്, സപ്പോർട്ട് ചാറ്റാണ്. ഇതിലെ ലൈവ് ചാറ്റ് വഴിയും നമ്മുടെ സംശയങ്ങൾക്ക് തീർപ്പ് ഉണ്ടാക്കാം എന്നാണ് സ്പാർക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി തൊട്ട് താഴെയായി കാണുന്നത് സ്പാർക്ക് ഹെൽപ്പ് ഡെസ്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. ഇത് ജില്ലാ ട്രഷറികളിലൊക്കെ ഉള്ള PMU, അതായത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ്, ആ PMUവിൻ്റെ മൊബൈൽ നമ്പരും അതുപോലെ തന്നെ ആ ജില്ലാ ട്രഷറിയിലെ ലാൻഡ് ലൈനുമാണ് തന്നിരിക്കുന്നത്. ചിലയിടത്തൊക്കെ മൊബൈൽ നമ്പർ മാത്രമേ ഉള്ളൂ, ചിലത് രണ്ടും കൂടി ചേർന്നും കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കുള്ള സംശയങ്ങൾ ഈ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്ത കാണുന്നത് ഈ നോട്ടീസ് ബോർഡ് സെക്ഷനാണ്. നോട്ടീസ് ബോർഡ് സെക്ഷൻ നമുക്ക് സ്പാർക്കിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകൾ നൽകാനുണ്ടെങ്കിൽ അവർ ഈ നോട്ടീസ് ബോർഡിലായിരിക്കും ഇടുക. നമ്മുടെ ഓഫീസിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു നോട്ടീസ് ബോർഡാണ്. ഇതൊരു സ്ക്രോളിംഗ് ബോർഡാണ്. ഇപ്പോൾ 2 ദിവസത്തേക്ക് സ്പാർക്ക് നമുക്ക് നല്ല രീതിയിൽ കിട്ടില്ല, എന്തെങ്കിലും മെയിൻ്റനൻസ് നടക്കുന്ന സമയമാണെങ്കിൽ അതവർ മുൻകൂട്ടി അറിയിക്കാറുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ വർക്കുകൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനത്തെ സൗകര്യമുണ്ട്. അതുകൊണ്ട് ഈ പേജ് ഓപ്പൺ ചെയ്താൽ ആദ്യം നോക്കേണ്ടത് ഈ നോട്ടീസ് ബോർഡിലാണ്. നോട്ടീസ് ബോർഡിൽ ഇപ്പോൾ ഒരു മെസ്സേജുകൾ തന്നെ ഇല്ല. അറിയിപ്പുകൾ വരുന്ന മുറയ്ക്ക് അതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും പുതിയ ആൾക്കാരെ ഉദ്ദേശിച്ചായതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകാം. ഇത് ഒരു ലോഗിൻ സെക്ഷനാണ്. ഈ ലോഗിൻ സെക്ഷനിൽ 3 കോളം നമുക്ക് കാണാം. ഒന്ന് യൂസർ കോഡ്, പാസ്വേഡ്, അതുപോലെ തന്നെ ക്യാപ്ച എൻ്റർ ചെയ്യുന്നതിനുള്ളത്. യൂസർ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ പെൻ നമ്പർ തന്നെയാണ്. പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. പാസ്വേഡ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും അഥവാ ആ പാസ്വേഡ് മറന്നുപോയാൽ എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്നും ഒക്കെ ഉള്ളൊരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മുകളിൽ കാണുന്ന ഈ ഐ ബട്ടണിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാനിവിടെ ഒരു ക്ലർക്കിൻ്റെ ലോഗിൻ IDയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. സൈൻ ഇൻ ചെയ്തു. നമ്മുടെ കഴിഞ്ഞ സക്സസ്ഫുൾ ലോഗിൻ എപ്പോഴായിരുന്നു എന്നുള്ള ഒരു അറിയിപ്പാണ് ഇവിടെ കാണുന്നത്. നമുക്കിവിടെ OK കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തിയത്. ഇതിനെ സ്പാർക്കിൻ്റെ ഡാഷ്ബോർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഡാഷ്ബോർഡിൽ അഡ്മിനിസ്ട്രേഷൻ, സർവീസ് മാറ്റേഴ്സ്, സാലറി മാറ്റേഴ്സ്, ഇൻകം ടാക്സ്, അക്കൗണ്ട്സ്, ക്വറീസ്, സൈൻ ഔട്ട്, ഇത്രയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ശമ്പളം പ്രോസസ്സ് ചെയ്യുകയാണ്. നേരെ ശമ്പളം പ്രോസസ്സ് ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഈ മാസം നമ്മൾ ശമ്പളം പ്രോസസ്സ് ചെയ്യുന്ന ഏത് മാസമാണോ ആ മാസം ആർക്കെങ്കിലും ഇൻക്രിമെൻ്റ് സാങ്ഷൻ ചെയ്യാനുണ്ടോ എന്ന് നോക്കണം. അതിനുവേണ്ടി സർവീസ് മാറ്റേഴ്സിൽ ഇൻക്രിമെൻ്റ് സാങ്ഷൻ, അവിടെ പ്രോസസ് ഇൻക്രിമെൻ്റ്, ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇവരുടെ ഇൻക്രിമെൻ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്യുക.
അതിനുശേഷം അതിനെ DDOയുടെ ലോഗിനിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നു. DDO നമ്മുടെ ആ പ്രപ്പോസൽ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് ഇൻക്രിമെൻ്റ് സാങ്ഷനായി വരുന്നത്. ഇവിടെ ഞാൻ പ്രോസസ് ഇൻക്രിമെൻ്റ് ഒന്ന് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തു. ഇവിടെ ചില സെലക്ഷൻസ് നടത്താനുണ്ട്. ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, DDO കോഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അത്രയും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് സെലക്ട് ആൻ ഓപ്ഷൻ. ഡെസിഗ്നേഷൻ വൈസ് വേണോ ബിൽ വൈസ് വേണോ എന്നാണ്. നമ്മളിവിടെ ബിൽ വൈസ് ആണ് എടുക്കുന്നത്. ഡെസിഗ്നേഷൻ വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെസിഗ്നേഷനിലുള്ള മുഴുവൻ ജീവനക്കാരെയും നമുക്ക് കിട്ടും. എന്നാൽ അതിനേക്കാൾ ബിൽ വൈസ് എടുക്കുന്നതാണ് നമുക്ക് കൂടുതൽ സൗകര്യപ്രദം. അതുകൊണ്ട് ബിൽ വൈസ് ആണ് നമ്മൾ ഇവിടെ ഡിഫോൾട്ടായി കിടക്കുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി ബില്ലാണ്. നമ്മുടെ ഓഫീസിൽ എത്ര ബില്ലുണ്ടാകും? പല ഓഫീസുകളിലും 5, 6, 7, 10 പല ഹെഡ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ പല ബിൽ ടൈപ്പുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഈ ഓഫീസിൽ 1, 2, 3, 4, 5, 6, 7 ബിൽ ടൈപ്പാണുള്ളത്. ഇതിൽ ഓരോ ബിൽ ടൈപ്പിലും നമ്മൾ നോക്കണം ആർക്കെങ്കിലും ആ മാസം ഇൻക്രിമെൻ്റ് ഉണ്ടോ എന്ന്. ഞാൻ ആദ്യം ഒരു ബിൽ ടൈപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഇൻക്രിമെൻ്റ് ഡ്യൂ മന്ത് ആൻഡ് ഇയർ. ഈ മാസമാണ് ഇൻക്രിമെൻ്റ് ഡ്യൂ ആണെങ്കിൽ നമ്മൾ ഈ മാസമാണ് നോക്കുന്നത്. അപ്പോൾ ഡിസംബർ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ സെലക്ട് ചെയ്ത ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മെസ്സേജ് വന്നു, നോ എലിജിബിൾ എംപ്ലോയീസ്. അപ്പോൾ ഈ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ആരും തന്നെ ഈ മാസം ഇൻക്രിമെൻ്റ് ഉള്ളവരില്ല. ഓക്കെ കൊടുത്തു. ഇനി അടുത്ത ഒരു ഹെഡ് നമ്മൾ എടുക്കുകയാണ്. ഈ രണ്ടാമത്തെ ഹെഡ്. മറ്റൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട. വീണ്ടും പ്രൊസീഡ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ജീവനക്കാരൻ്റെ പേര് വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഈ മാസമാണ് ഇൻക്രിമെൻ്റ്. അപ്പോൾ നമ്മൾ ആ ജീവനക്കാരനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഒന്നുകിൽ ഈ കോളം അല്ലെങ്കിൽ ഈ കോളം, ഏതെങ്കിലും ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇനി ഇവിടെ സെയിം ദിസ് ഓഫീസ്. അടുത്തത് ഡെസിഗ്നേഷൻ ഓഫ് DDO ആണ്. നമ്മുടെ DDOയുടെ ഡെസിഗ്നേഷൻ അവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ആ DDOയുടെ പേരാണ്, അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓർഡർ നമ്പർ. ഇദ്ദേഹത്തിന് ഇൻക്രിമെൻ്റ് സാങ്ഷൻ ചെയ്യുന്നതിനായി നമ്മളൊരു ഓഫീസ് ഓർഡർ ഉണ്ടായിരിക്കും. ആ ഓഫീസ് ഓർഡർ നമ്പറാണ് കൊടുക്കുന്നത്. നമ്പർ കൊടുത്തു. അതൊരു പ്രൊസീഡിങ്സ് ആയിട്ടാണ് ഓഫീസ് ഓർഡർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രൊസീഡിങ്സ് ആണ് ഡിഫോൾട്ടായി കിടക്കുന്നത്. അത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി പുട്ടപ്പ് ഫോർ അപ്രൂവൽ ആണ്. ഇത് നമ്മൾ പുട്ടപ്പ് ഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ഇത് അയക്കുന്നത്? DDOയ്ക്കാണ് നമ്മളിവിടെ നിന്ന് അയക്കുന്നത്. പുട്ടപ്പ് ഫോർ അപ്രൂവൽ ക്ലിക്ക് ചെയ്തു. ആർ യു ഷ്യൂർ? ഓക്കെ കൊടുത്തു. ഫോർവേഡ് ടു അപ്രൂവൽ. അപ്പോൾ ഇതിപ്പോൾ DDOയുടെ ലോഗിനിലായിരിക്കും കിടക്കുന്നത്. DDO ലോഗിനിൽ കയറി അത് അദ്ദേഹം അപ്രൂവ് ചെയ്യുമ്പോഴാണ് ഈ ജീവനക്കാരൻ്റെ ഇൻക്രിമെൻ്റ് പാസ്സായി വരുന്നത്. ഓക്കെ കൊടുത്തു. അതുപോലെ നമ്മൾ ഓരോ ഹെഡിലും നോക്കണം ആർക്കെങ്കിലും ഈ മാസം ഇൻക്രിമെൻ്റ് ഉണ്ടോ എന്ന്. അതിനുശേഷം നമ്മൾ പോകുന്നത് സാലറി പ്രോസസ്സിങ്ങിലേക്കാണ്. അതിനായി സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിംഗ് സാലറിയാണ്. പക്ഷേ അതിനു മുൻപ് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ചേഞ്ചസ് ഇൻ ദ മന്ത്. അതായത് ഈ മാസം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കണം. ഉദാഹരണമായി ഒരു ജീവനക്കാരൻ അദ്ദേഹത്തിൻ്റെ PF എമൗണ്ട് വർദ്ധിപ്പിച്ചു തരണം, ഈ മാസം മുതൽ എൻ്റെ PFൽ ഒരു 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ കൂട്ടിത്തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അപേക്ഷ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മുന്നിലുണ്ടാകണം. അപ്പോൾ അത് നമ്മൾ മറന്നു പോകരുത്. അല്ലെങ്കിൽ സാലറി പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഇവിടെ ചേഞ്ചസ് ഇൻ ദ മന്തിൽ പ്രസൻറ്റ് സാലറി എടുക്കുകയാണ്. പ്രസൻറ്റ് സാലറി ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെയുള്ള സെലക്ഷൻസ് ആണ്. ആ സെലക്ഷൻസ് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റും ഓഫീസും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എംപ്ലോയി ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരുടെയും പേര് വിവരങ്ങൾ ഇവിടെ ഉണ്ടാകും. അതിൽ നിന്നും ഒരു ജീവനക്കാരനെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ആ ജീവനക്കാരനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഗോ കൊടുക്കുന്നു. ഈ കാണുന്നത് ആ ജീവനക്കാരൻ്റെ പ്രസൻറ്റ് സാലറി ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഓഫീസ്, ആ ജീവനക്കാരൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ബേസിക് പേ, ലാസ്റ്റ് പേ ചേഞ്ച്, ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. ഞാനിവിടെ ഇദ്ദേഹത്തിൻ്റെ PFൻ്റെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഒരു 500 രൂപ വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് PFൻ്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കിടക്കുന്നത്. ഇതിൽ നമ്മൾ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിലുള്ള എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ GPF മന്ത്ലി സബ്സ്ക്രിപ്ഷൻ 3500 രൂപയാണ് കിടക്കുന്നത്. ഇതിനെ ഞാൻ 4000 രൂപയാക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് 4000 രൂപയാക്കി മാറ്റണം എന്നാണ്. 4000 എൻ്റർ ചെയ്തു. ഈ കാണുന്ന അദ്ദേഹത്തിൻ്റെ GPF നമ്പരാണ്. ഇവിടെ 1/12/2024 മുതൽ നമുക്ക് എൻഡ് ഡേറ്റ് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. ഞാനിവിടെ എൻഡ് ഡേറ്റ് മാറ്റി കൊടുക്കുകയാണ്. ഡേറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഡേറ്റിന് ഇടയിലുള്ള യാതൊരു മാർക്കുകളും ചെയ്യേണ്ട കാര്യമില്ല. ആ ഡേറ്റ് മാത്രം മാറ്റിയാൽ മതിയാകും. ഡേറ്റ് മാറ്റി കൊടുത്തു. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കുക, ആ എമൗണ്ട് അവിടെ 4000 ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു ചേഞ്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നമ്മളോട് പറയുകയാണ് അല്ലെങ്കിൽ എഴുതി തരികയാണെന്നുണ്ടെങ്കിൽ
ആ മാറ്റങ്ങളെല്ലാം വരുത്തേണ്ടത് പ്രസൻറ്റ് സാലറി ഡീറ്റെയിൽസിലായിരിക്കും. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്ഡേഷൻ സക്സസ്ഫുൾ. ഓക്കെ. ഇനിയാണ് നമ്മൾ സാലറി പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നത്. സാധാരണഗതിയിൽ എത്രാം തീയതിയാണ് എല്ലാവരും സാലറി പ്രോസസ്സ് ചെയ്യുന്നത്? 20-ാം തീയതിക്ക് ശേഷം പ്രോസസ്സ് ചെയ്ത് തുടങ്ങാം. എന്നാലും ചില വ്യത്യാസങ്ങൾ, ചില മാറ്റങ്ങൾ ഒക്കെ പിന്നീടായിരിക്കും വരുന്നത്. എന്തായാലും ഒരു 23-24 ആകുമ്പോൾ പ്രോസസ്സ് ചെയ്യാം. കാരണം നമ്മൾ ആദ്യമേ പ്രോസസ്സ് ചെയ്തിട്ടാലുള്ളൊരു ഗുണം ഈ അവസാന നിമിഷങ്ങളിലെ തിരക്കുകളിലേക്ക് നമ്മൾ കൂടി ഭാഗവാക്കാകേണ്ടി വരും. അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്ത സാലറി ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനൊക്കെ ഉള്ളൊരു അവസരമാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ 24-25 തീയതികളിലായിരിക്കും സാലറി പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരെ സാലറി പ്രോസസ്സിങ്ങിലേക്ക് പോവുകയാണ്. സാലറി മാറ്റേഴ്സ്, പ്രോസസ്സിംഗ്, സാലറി, മന്ത്ലി സാലറി പ്രോസസ്സിംഗ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുത്തു. മന്ത് സെലക്ട് ചെയ്യുകയാണ്. ഏത് മാസമാണ്? 12-ാം മാസമാണ് ഈ സാലറി ഞാൻ പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് ഡിസംബറിലെ സാലറിയാണ്. മന്ത്, ഇയർ ഇത് രണ്ടും ഞാൻ കൊടുത്തു. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റും ഓഫീസും സെലക്ട് ചെയ്യുകയാണ്. രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി DDO കോഡ് സെലക്ട് ചെയ്യുന്നു. ഇനിയുള്ളത് ബിൽ ടൈപ്പാണ്. ഏത് ടൈപ്പ് ബില്ലിലാണ്? നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടതാണ് 7 ബിൽ ടൈപ്പ് ഉണ്ട് ഈ ഓഫീസിൽ. അതിലേതെങ്കിലും ഒരു ബിൽ ടൈപ്പാണ് നമ്മളിപ്പോൾ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ആദ്യം കിടക്കുന്ന ആ ബിൽ ടൈപ്പ് പ്രോസസ്സ് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ആ ബിൽ ടൈപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത ബട്ടൺ സെലക്ട് എംപ്ലോയീസ് ആണ്. ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് കാണാം. ടോട്ടൽ എലിജിബിൾ എംപ്ലോയീസ് ഇൻ ദിസ് ബില്ല് 2 പേരാണ്. നമ്പർ ഓഫ് എംപ്ലോയീസ് പ്രോസസ്ഡ്, ആരുടെയൊക്കെ സാലറി പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്? ആരുടെയും പ്രോസസ്സ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് 0 ആണ്. റിമൈനിങ് എംപ്ലോയീസ് നോട്ട് പ്രോസസ്ഡ്, 2 പേരെ ഇതുവരെയും പ്രോസസ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് എംപ്ലോയീസ്. ഇവിടെ 2 പേരുടെ പേരാണ് വന്നിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, ഇവിടെ 2 എംപ്ലോയീസിൻ്റെ സാലറിയാണ് ഇവിടെ പ്രോസസ്സ് ചെയ്യാനുള്ളത്. ആ 2 പേരുടെയും പേര് വന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിൻ്റെ സാലറി തടയേണ്ടി വന്നു കഴിഞ്ഞാൽ, ഉദാഹരണമായി അദ്ദേഹം 3 മാസത്തേക്ക് LW എടുത്തിരിക്കുകയാണ്, അങ്ങനെയുള്ള ജീവനക്കാരന് ആ മാസം സാലറി പ്രോസസ്സ് ചെയ്യില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കി മറ്റേയാളുടെ പേര് മാത്രം സെലക്ട് ചെയ്യുക. എന്നാൽ ഇവിടെ ഈ 2 പേർക്കും സാലറി കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാനിവിടെ ഈ കോളമാണ് ടിക്ക് മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ 2 പേരുടെയും പേര് സെലക്ഷൻ ആയിട്ടുണ്ട്. ഇനി അടുത്തത് സബ്മിറ്റ് ആണ്. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഡു യു റിയലി വാണ്ട് ടു പ്രോസസ് സാലറി ഫോർ സെലക്ടഡ് എംപ്ലോയീസ്? ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ പറയുന്നു, ഇൻകം ടാക്സ് ഹാസ് ബീൻ പ്രോസസ്ഡ് ഫോർ 0 ഔട്ട് ഓഫ് 2 എംപ്ലോയീസ് ഫോർ ദിസ് മന്ത്. ഡു യു വാണ്ട് ടു പ്രോസസ് ദ സാലറി എനിവേ? അതായത് 2 പേരുടെ ഇൻകം ടാക്സ്, അതിൽ നിന്നും അവരുടെ TDS പിടിച്ചിട്ടില്ല, എങ്കിലും പ്രോസസ്സ് ചെയ്യട്ടോ എന്നാണ് ചോദ്യം. നമ്മളിവിടെ ഓക്കെ കൊടുക്കുന്നു. യുവർ റിക്വസ്റ്റ് ഫോർ സാലറി പ്രോസസ്സിംഗ് ഹാസ് ബീൻ അക്സെപ്റ്റഡ്. ജോബ് നമ്പർ ഈസ് ഇത്രയാണ്. ദിസ് വിൽ ടേക്ക് 1 മിനിറ്റ് അപ്രോക്സിമേറ്റ്ലി. ഇതിപ്പോൾ 24-ാം തീയതിയാണ് ഈ ബില്ല് പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1 മിനിറ്റ് എടുക്കുന്നത്. എന്നാൽ കുറച്ചുകൂടി കഴിഞ്ഞ് ഒരു 27-28 ആണെന്നുണ്ടെങ്കിൽ 400 മിനിറ്റ്, 450 മിനിറ്റ് ഒക്കെയാണ് ഈ സമയം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ മെസ്സേജ് വന്നു, ജോബ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ബില്ല് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ തന്നെ ഈ ബിൽ ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ബില്ല് പ്രോസസ്സ് ചെയ്യുന്നു. അടുത്ത മറ്റൊരു ബില്ല് നമ്മൾക്ക് നോക്കാം. സെലക്ട് എംപ്ലോയീസ്. ഇവിടെ 3 എംപ്ലോയീസിൻ്റെ പേര് വന്നിട്ടുണ്ട്. നോക്കുക, ഈ 3 പേരെയും നമുക്ക് ഈ സാലറി ബില്ലിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ആരെങ്കിലും ലീവിൽ എങ്ങനെ ഉണ്ടോ എന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. ആരും ലീവിലില്ല. അപ്പോൾ ആ 3 പേരെയും നമ്മൾ സെലക്ട് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. വീണ്ടും ഓക്കെ കൊടുക്കുന്നു. ഇവിടെ 1 മിനിറ്റിനകത്ത് ആ ബില്ല് പ്രോസസ്സായി വരുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ കൊടുത്തു. അപ്പോൾ ആ ബില്ലും കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്നാണ് കാണിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് മുഴുവൻ ബില്ലുകളും മുഴുവൻ ബിൽ ടൈപ്പുകളും നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ബില്ല് പ്രോസസ്സ് ചെയ്യുക. ഇനി ഈ പ്രോസസ്സായ ബില്ല് നമുക്ക് ഒന്ന് പരിശോധിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് തെറ്റുകൾ വല്ലതും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് പരിശോധന നിർബന്ധമായും ചെയ്തിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവസാന സമയത്ത് വീണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് പ്രോസസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ആ ബില്ല് പരിശോധിക്കാൻ പോവുകയാണ്. സാലറി മാറ്റേഴ്സ്, ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ്, മന്ത്ലി സാലറി. ഈ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസിൽ കുറേ കാര്യങ്ങളുണ്ട്. മന്ത്ലി സാലറി ഉണ്ട്, മൾട്ടിപ്പിൾ മന്ത് സാലറി ഉണ്ട്, അതുപോലെ തന്നെ അഡ്വാൻസ് സാലറി. ഇതിൻ്റെ എല്ലാം ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ് ആണ് വന്നിരിക്കുന്നത്. സാലറി സ്ലിപ്പ്, ഒരു ഉദ്യോഗസ്ഥന് സാലറി സ്ലിപ്പ് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കണമെങ്കിൽ അതിനുള്ളതുണ്ട്. ബിൽ വൈസ് ആയിട്ട് എടുക്കണമെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമ്മൾ മന്ത്ലി സാലറി, ഇപ്പോൾ പ്രോസസ്സ് ചെയ്ത മന്ത്ലി സാലറിയുടെ പേ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ് നോക്കുകയാണ്. സെലക്ട് ചെയ്യുന്നു പേ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ്. വീണ്ടും ഇതുപോലെ സെലക്ട് ചെയ്യാനുള്ള കോളംസ് വന്നിരിക്കുകയാണ്. സെലക്ട് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, DDO കോഡ് ഞാൻ വീണ്ടും സെലക്ട് ചെയ്തു. ഇയർ 2024. ഏത് മാസത്തെ സാലറിയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്തത്? ഡിസംബർ ആണ്. അപ്പോൾ സെലക്ട്
ഡിസംബർ 2024 ഡിസംബറിൽ നമ്മളിപ്പോൾ 2 ബില്ലുകളാണ് ചെയ്തത്. ആ 2 ബില്ലുകളും ഇവിടെ വന്നിട്ടുണ്ട്. ഞാനതിൽ ഒരു ബില്ല് സെലക്ട് ചെയ്യുകയാണ്. എനിക്കതിൻ്റെ തെറ്റുകളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ദിസ് മേ ടേക്ക് സം മൊമെൻറ്റ്സ്. ഓക്കെ, ഇവിടെ ആ ബില്ലുകളുടെ ഇന്നർ ഔട്ടർ, അതുപോലെ തന്നെ ഇന്നർ അബ്സ്ട്രാക്റ്റ്, PF ഷെഡ്യൂള്, LIC ഷെഡ്യൂൾ, എല്ലാ ഷെഡ്യൂൾസും വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ഡിഡക്ഷൻസ് ഉണ്ടോ ആ ഡിഡക്ഷൻ്റെ എല്ലാം ഷെഡ്യൂൾസ് ഇവിടെ വന്നിട്ടുള്ളതാണ്. മുമ്പൊക്കെ നമ്മൾ ഈ ഓരോ ഷെഡ്യൂളും പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് ബില്ലിനൊപ്പം അറ്റാച്ച് ചെയ്ത് ട്രഷറിയിൽ കൊടുക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ പേപ്പർലെസ് ബില്ലായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അവിടെ ട്രഷറിയിലുള്ളവർക്ക് ഇത് പരിശോധിക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ടാണത്. ഞാനിവിടെ ഇന്നർ ആൻഡ് ഔട്ടർ സെലക്ട് ചെയ്യുകയാണ്. ബില്ലിവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ആ ബില്ലിൻ്റെ ഔട്ടർ പാർട്ട്. ഈ ഔട്ടർ പാർട്ടിൽ ആ 2 പേരുടെയും കൂടെ, ആ ഹെഡിൽ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്, ആ 2 പേരുടെയും കൂടെ ചേർന്നുള്ള ഗ്രോസ് സാലറി ഉണ്ട്, അവരുടെ ടോട്ടൽ ഡിഡക്ഷൻ ഉണ്ട്, ഗ്രോസിൽ നിന്ന് ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന നെറ്റ് സാലറിയും ഉണ്ട്. അപ്പോൾ ഇതാണ് ബില്ലിൻ്റെ ഔട്ടർ പാർട്ട്. ഇതിന് താഴെയായിട്ടാണ് അബ്സ്ട്രാക്റ്റ്. ഇത് ആ ബില്ലിൻ്റെ അബ്സ്ട്രാക്റ്റ് ആണ്. നേരത്തെ നമ്മൾ ഔട്ടർ പാർട്ടിൽ കണ്ടത് തന്നെ ഒരു അബ്സ്ട്രാക്റ്റ് ഫോമിൽ നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. ഒന്നുകൂടി സ്ക്രോൾ ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഇന്നർ ബില്ല് കിട്ടിയത്. ഇതിലാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് ഓരോ ജീവനക്കാരൻ്റെയും ബേസിക് പേ, അതെല്ലാം ഓട്ടോമാറ്റിക്കായി വന്നിരിക്കും. DA, HRA, എന്തെങ്കിലും അലവൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം വരും. ഗ്രോസ് സാലറി, ഇവിടെ PF സബ്സ്ക്രിപ്ഷൻ നോക്കുക. ഇവിടെ ഇദ്ദേഹത്തിന് നമ്മളിപ്പോൾ 4000 ആക്കി കൊടുത്തായിരുന്നു അല്ലേ, ആ 4000 അവിടെ വന്നിട്ടുണ്ട്. ലോണിൻ്റെ അടവ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ SLI സബ്സ്ക്രിപ്ഷൻ എല്ലാം ഇതിനകത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഇന്നർ ആൻഡ് ഔട്ടർ. ക്ലോസ് ചെയ്തു. വീണ്ടും അടുത്ത ഷെഡ്യൂൾസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അടുത്ത ബില്ലിലേക്ക് പോവുക. ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുത്തു. അതും ഇതുപോലെ തന്നെ ഇന്നറും ഔട്ടറും എല്ലാം വന്നിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇന്നറും ഔട്ടറും എല്ലാം ചെക്ക് ചെയ്ത് ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ് നോക്കി എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. ഇനിയുള്ളത് പ്രോസസ്സ് ചെയ്ത സാലറിയെ മെയ്ക്ക് ബില്ല് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ജോലി. അപ്പോൾ നമ്മൾ സാലറി 2 പേരുടെയും പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. മെയ്ക്ക് ബില്ലാണ് ഇനി ചെയ്യാനുള്ളത്. അക്കൗണ്ട്സിൽ പോവുക, ബിൽസിൽ മേക്ക് ബിൽ ഫ്രം പേറോൾ ആണ് നമ്മൾ ഇനി സെലക്ട് ചെയ്യാനുള്ളത്. മേക്ക് ബിൽ ഫ്രം പേറോൾ. ഇതിന് തൊട്ട് താഴെ മേക്ക് ബിൽ ഫ്രം അപ്രൂവ്ഡ് ക്ലെയിംസ് ഉണ്ട്. ഇത് PF ലോൺ ഉൾപ്പെടെയുള്ള മറ്റ് കണ്ടിജൻസി ക്ലെയിംസിനെ ബില്ല് ചെയ്തെടുക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പേറോളാണ്. സാലറിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഏൺ ലീവ് സറണ്ടറുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അരിയർ സാലറിയുമായി ബന്ധപ്പെട്ടതെല്ലാം നമ്മൾ മേക്ക് ബിൽ ഫ്രം പേറോളിലാണ് ചെയ്യുന്നത്. ഇവിടെ മേക്ക് ബിൽ ഫ്രം പേറോൾ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ മേക്ക് ബിൽ ഫ്രം പേറോളിൽ സെലക്ഷൻസ് ആണ് ഇനിയുള്ളത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റും ഓഫീസും DDO കോഡ് ഞാൻ സെലക്ട് ചെയ്തു. ഇനിയുള്ളത് ബിൽ നേച്ചറാണ്. സെലക്ട് ചെയ്യുന്നു. ഇത്രയും നേച്ചറിലുള്ള ബില്ലുകളാണ് നമുക്ക് മേക്ക് ചെയ്യാൻ കഴിയുന്നത്. സാലറി, ലീവ് സറണ്ടർ, സാലറി അരിയർ, DA അരിയർ, ബോണസ്, ഫെസ്റ്റിവൽ അലവൻസ്, ഇത് നോക്കുക. ഇതിൽ ഞാൻ സാലറിയാണ് ഞാൻ ഇവിടെ മേക്ക് ബില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാലറി സെലക്ട് ചെയ്യുന്നു. ഇവിടെ സെലക്ട് ബിൽ, 2 സാലറി ബില്ലാണ് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടാവും. ട്രഷറിയുടെ പേര് ഇവിടെ ഉണ്ട്. മേക്ക് ബില്ല് ചെയ്യുന്നു. ഡു യു വാണ്ട് ടു പ്രൊസീഡ്? ഓക്കെ കൊടുത്തു. പേ ബിൽ ഹാസ് ബീൻ സക്സസ്ഫുള്ളി പ്രിപ്പയർഡ് വിത്ത് ബിൽ നമ്പർ. ഓക്കെ കൊടുത്തു. ഇനി അടുത്ത ബില്ല് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട്, DDO കോഡ് സെലക്ട് ചെയ്തു. ബിൽ സാലറിയാണ്. സെലക്ട് ബിൽ, ഒരു ബില്ല് കൂടി നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടി സെലക്ട് ചെയ്തു. മേക്ക് ബില്ല് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ആ ബില്ലും മേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മേക്ക് ബിൽ ഫ്രം പേറോൾ അവസാനിച്ചു. ഇനി നമുക്കുള്ളത് ഈ ബില്ലിനെ സബ്മിറ്റ് ചെയ്യുകയാണ്. സബ്മിറ്റ് ചെയ്യുക എന്നത് DDOയുടെ ലോഗിനിലേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ DDOയുടെ ലോഗിൽ ചെന്നിട്ട് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇവിടെ നോക്കുക, ക്യാൻസൽ ബില്ല് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. എന്താണ് ഈ ക്യാൻസൽ ബിൽ? നമ്മൾ ചെയ്ത ബില്ല് സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ബില്ല് ക്യാൻസൽ ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ക്യാൻസൽ ബില്ലിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാൻസൽ ബില്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് ബില്ലാണോ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടത് ആ ബില്ലിനെ ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു ക്യാൻസൽ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ക്യാൻസൽ ബിൽ. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റും ഓഫീസും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബിൽ നേച്ചർ, നമുക്ക് സാലറിയിലാണ് ക്യാൻസലേഷൻ ഉള്ളത്. സാലറി സെലക്ട് ചെയ്തു. DDO കോഡ് സെലക്ട് ചെയ്തു. ഇപ്പോൾ 2 ബില്ലുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ബില്ലാണ് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, സ്റ്റാറ്റസ് എന്താണ്? നോട്ട് സബ്മിറ്റഡ് ആണ്.
നോട്ട് സബ്മിറ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഇ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ പിന്നെ ട്രഷറി ഒബ്ജക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാൻസലേഷൻ സാധ്യമാവുകയുള്ളൂ. ഇവിടെ ഞാൻ ഒരു ബില്ല് ക്യാൻസൽ ചെയ്യുകയാണ്. സെലക്ട് ചെയ്തു, ക്യാൻസൽ ബിൽ കൊടുക്കുന്നു. ആർ യു ഷുവർ ടു ക്യാൻസൽ ദ ബിൽ? ഓക്കെ കൊടുത്തു. സെലക്റ്റഡ് ബിൽ ഹാസ് ബീൻ ക്യാൻസൽഡ്. യു മേ മേക്ക് ദ ബിൽ അഗെയിൻ ആൻഡ് സബ്മിറ്റ് ഓർ ക്യാൻസൽ ദ പ്രോസസ്ഡ് സാലറി ആൻഡ് മേക്ക് ദ ബിൽ അഗെയിൻ ഫോർ സബ്മിഷൻ. ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഒരു ബില്ല് മാത്രമേ കിടപ്പുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇ സബ്മിഷനാണ്. ഇ സബ്മിഷന് വേണ്ടി നമുക്ക് DDOയുടെ ലോഗിനിലേക്ക് പോകാം. DDOയുടെ ലോഗിൻ പേജാണിത്. ഇവിടെ അക്കൗണ്ട്സിൽ നമ്മൾ ഇ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. ബിൽസ്, ഇ സബ്മിറ്റ് ബിൽ സെലക്ട് ചെയ്തു. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, ബിൽ നേച്ചർ സെലക്ട് ചെയ്യുന്നു. DDO കൂടി സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ മേക്ക് ബില്ല് ചെയ്തിട്ടുള്ള എല്ലാ ബില്ലുകളും എത്തിയിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് ഇ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ബില്ലിനെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് കൊടുത്തു. ഈ ബില്ലാണ് നമ്മൾ ഇ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ടിക്ക് ചെയ്യുന്നു. അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്രൂവ് ആൻഡ് സബ്മിറ്റ് ആണ് ഇനി വന്നിരിക്കുന്നത്. ഈ ബില്ല് നോക്കുക. ഇതിൽ ഗ്രോസ്, നെറ്റ് എല്ലാം ഉണ്ട്. ഇതെല്ലാം കറക്റ്റ് ആണോ നോക്കിയതിന് ശേഷം അപ്രൂവ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ടോക്കൺ പാസ്വേഡ് കൊടുക്കാനാണ് പറയുന്നത്. നമ്മൾ ടോക്കൺ ഇൻസർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ടോക്കണിൻ്റെ പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇത് നമ്മൾ ടിക്ക് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കൺഫേം ബട്ടനാണ്. അതിനുശേഷം എൻ്റർ ടോക്കൺ പാസ്വേഡ്. ഒരിക്കൽ കൂടി ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുകയാണ്. ഓക്കെ കൊടുത്തു. അപ്പോൾ ആ ബില്ലിൻ്റെ ഒരു രൂപമാണത്. അതും നമ്മൾ കൺഫേം ചെയ്തു. നമ്മുടെ ബില്ല് ഇ സബ്മിഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബില്ലിൻ്റെ സ്റ്റാറ്റസ് കുറച്ച് കഴിഞ്ഞ് ഈ പേജിൽ തന്നെ പരിശോധിക്കാമെന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ കൊടുക്കുന്നു. ഇവിടെ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ബില്ലിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ കഴിയും. ബിൽ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബില്ല് ഇ സബ്മിഷൻ ആയിട്ടുണ്ട്. അത് ന്യൂ സബ്മിറ്റഡ് പേ ബിൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ബില്ല് മാത്രമേ കൊടുത്തുള്ളൂ. ബിൽ ഫോർ ദ മന്ത്. ആ മന്ത് സെലക്ട് ചെയ്യുന്നു. ഇയർ സെലക്ട് ചെയ്തു. ഗോ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കാണുന്നു വ്യൂ കറണ്ട് സ്റ്റാറ്റസ് ഇൻ ട്രഷറിയാണ്. ട്രഷറിയിൽ ഇപ്പോൾ ഈ ബില്ലിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. സെലക്ട് ചെയ്യുന്നു. ട്രഷറി ഓഫീസർ ഈ ബില്ല് പാസ്സാക്കിയിട്ടില്ല ഇതുവരെയും. അതുകൊണ്ടാണ് ബിൽ നോട്ട് പ്രോസസ്ഡ് ഇൻ ദ ട്രഷറി എന്ന് കാണിക്കുന്നത്. നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ബിൽ പ്രിപ്പറേഷനും ബിൽ ഇ സബ്മിഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി ആൾക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.